ജൂൺ മാസത്തിലാണ് നമ്മുടെ നഴ്സറിയിലെ തേക്കിൻ തൈകൾ വിൽപ്പനയ്ക്ക് റെഡിയാകുന്നത്. 1 ഏക്കർ സ്ഥലത്ത് 10 അടി അകലത്തിലാണെങ്കിൽ 400 തേക്കിൻ തൈ വെക്കാൻ പറ്റും. അതല്ല 8 അടി ആണെന്നുള്ള 2 കൊല്ലത്തേക്ക് ശരിയായ രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വലിയ പണിയൊന്നും നമുക്ക് തേക്കിൻ തൈ വരുന്നില്ല. മോശം സ്ഥലത്ത് വെക്കുന്നതാണ് തേക്കിൻ തൈക്ക് വളർച്ച കൂടുതൽ കിട്ടുന്നത്. കാരണം ഇപ്പോൾ ചാറിലുള്ള മണ്ണ്, ഉണക്കമുള്ള മണ്ണ്. ജൂൺ മാസത്തിലാണ് തേക്കിൻ തൈ കൊടുക്കുന്നത്. ഞങ്ങൾ മാർച്ച് ആദ്യമേ ഞങ്ങൾ തേക്കിൻ തൈ കൂടയ്ക്കകത്താക്കും. ഇതുപോലെ കൂടയ്ക്കകത്ത് നമ്മൾ സ്റ്റമ്പാണ് അല്ലെങ്കിൽ കിഴങ്ങാണ് നമ്മൾ കൂടയ്ക്കകത്ത് വെക്കുന്നത്. നിലമ്പൂർ തേക്കിൻ്റെ കുരു വായി മുളപ്പിച്ച് അത് പറിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കുത്തുന്നത്. ആ തൈയാണ് നമ്മൾ ജൂൺ ആദ്യ വാരത്തോടെ കൊടുക്കാറാവുന്നത്. തേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലമായിരിക്കണം. നല്ല വെളിച്ചമുള്ള സ്ഥലമാണെങ്കിൽ മാത്രമേ തേക്കിൻ തൈ വെച്ചാൽ നന്നായിട്ട് വളർച്ച ഉണ്ടാവുകയുള്ളൂ. അതുപോലെ 1 ഏക്കർ സ്ഥലത്ത് 10 അടി അകലത്തിലാണെങ്കിൽ 400 തേക്കിൻ തൈ വെക്കാൻ പറ്റും. അതല്ല 8 അടി ആണെന്നുണ്ടെങ്കിൽ 500-550 തേക്കിൻ തൈയോളം നമുക്ക് വെക്കാൻ സാധിക്കും. പലരും പല രീതിയിലാണ് തേക്ക് വെക്കുന്നത്. ചിലർ 8 അടി, ചിലർ 6 അടി, ചിലർ 10 അടി അകലത്തിൽ വെച്ചാണ് തേക്കിൻ തൈ വെക്കുന്നത്. എന്നിട്ട് അടുപ്പിച്ച് വെക്കുന്നവർ പിന്നീട് 2 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ചെറുത് മുറിച്ച് മാറ്റുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊടുക്കുന്ന തേക്കിൻ തൈകൾ 2-2.5 അടി പൊക്കമുള്ളതായിരിക്കും. അത് കുഴിച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ നമ്മൾ ലേശം പാക്ടംബോസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ലേശം മണ്ണിളക്കി കൊടുക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ 10-30 ദിവസം കൂടുമ്പം കുറേശ്ശെ എന്തെങ്കിലും വളങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ തേക്കിൻ തൈക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെന്ന് പറയുന്നത് ഇതിന് ഇല പുഴു തിന്നുന്ന ഒരു രോഗമുണ്ട്. അതിന് നമ്മൾ എന്തെങ്കിലും ഒരു കീടനാശിനി മേടിച്ച് അടിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ തണ്ടുപുഴുപ്പൻ പുഴുവുണ്ട്. ആ പുഴു ഇതിൻ്റെ തണ്ട് തുളയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധിച്ച് നോക്കി ചെയ്യണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പുഴുത്തുള ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ ബാർ സോപ്പ് മേടിച്ച് ആ പുഴുത്തുള എന്ന പൊത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പുഴു അതിനകത്ത് നിന്ന് ചത്തുപോകുന്നതായിരിക്കും. അതല്ലെങ്കിൽ എക്കോബാൺ എന്ന് പറയുന്ന ഒരു സൈസ് ഓയിൽമെൻ്റ് ഉണ്ട്. അത് മേടിച്ചിട്ട് തൂത്ത് കഴിഞ്ഞാലും അത് ഈ പുഴു അതിനുള്ളിൽ നിന്ന് ചത്തുപോകുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള കീടനാശിനി മേടിച്ച് അടിച്ചു കൊടുക്കേണ്ടതാണ്. തേക്കിൻ തൈ നമ്മൾ 2 കൊല്ലത്തേക്ക് ശരിയായ രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വലിയ പണിയൊന്നും നമുക്ക് തേക്കിൻ തൈ വരുന്നില്ല. കാരണം ആദ്യത്തെ 2 കൊല്ലത്തേക്കേ ഉള്ളൂ ശരിയായ രീതിയിലുള്ള നോട്ടം വേണ്ട. അതിനിപ്പോൾ നമ്മൾ പല പ്രാവശ്യമായിട്ട് കുറേശ്ശെ വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേക്കിൻ തൈ അങ്ങോട്ട് പെട്ടെന്ന് വളർന്നു കയറി പോരും. അതുപോലെ തന്നെ തേക്കിൻ തൈ കുറച്ച് കല്ലിങ്കട്ടായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇച്ചിരി മോശം സ്ഥലത്ത് വെക്കുന്നതാണ് തേക്കിൻ തൈക്ക് വളർച്ച കൂടുതൽ കിട്ടുന്നത്. കാരണം ഇപ്പോൾ ചാറിലുള്ള മണ്ണ്, ഉണക്കമുള്ള മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഉണക്ക് കൂടുതലുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേക്കിൻ തൈക്ക് വളർച്ച കൂടുതലുണ്ടാവുകയും തേക്കിൻ തൈക്ക് നല്ല കാതിൽ വെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വെള്ള കൂടുതൽ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഈ തേക്ക് കൃഷി അത്ര പറ്റുകയില്ല.